യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. ഇപ്പോൾ ദൈവ സാന്നിധ്യത്തിലുള്ളതായിട്ട് നമുക്ക് നല്ല ബോധ്യം ഉണ്ടാകണം. സൃഷ്ടാവായ ദൈവം നമ്മളെ മുമ്പിലിരിക്കുക. ഇതാണ് സമയം. നമുക്ക് പറയാനുള്ള കാര്യമെല്ലാം, നമ്മൾ വിഷമിക്കുന്ന കാര്യം, പുറത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം പറയേണ്ട ആൾ തന്നെ നമ്മളെ മുമ്പിലിരിക്കുക. ആ ഒരു ബോധ്യം ഉണ്ടാകണം. ബോധ്യമാണ് അനുഭവമായിട്ട് മാറുക. ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് അത് നമ്മളുടെ ഇഷ്ടമല്ല. വേണമെങ്കിൽ ആരാധിക്കുക, ഇല്ലെങ്കിൽ ഇല്ലെന്നില്ല. അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ഓരോ മക്കളും എന്നെ ആരാധിക്കണം. പലരും എൻ്റെ ഈ കോയമ്പത്തൂർ ഗ്രൂപ്പ് പ്രാർത്ഥനയിൽ ഉള്ളവരെല്ലാം ഈ കൗൺസിലിങ്ങിന് വിളിക്കും. ബ്രദർ, ഇത് പ്രാർത്ഥിക്കുക, അത് പ്രാർത്ഥിക്കുക, ഈ കാര്യം പറയുക. ഇതിൻ്റെ ഒന്നും ആൾ ഞാനില്ല. ഇപ്പോൾ ആൾ നമ്മളെ മുമ്പിലുണ്ട്. നമ്മൾ എവിടെ ഉണ്ടോ ആ ഒരു ബോധ്യത്തോടെ, ഇപ്പോൾ ടി വി കൂടി കണ്ടുകൊണ്ടിരിക്കുന്നവർ, ഫോണിൽ കൂടി കാണുന്നവർ, ഇതാണ് സമയം. നിങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളെ ബുദ്ധിമുട്ടുകളെല്ലാം ജീവിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിലേക്ക് അവതരിപ്പിക്കുക. നിങ്ങൾ ഏതെങ്കിലും മുറിയിലിരുന്നാണ് കാണണമെങ്കിൽ നിങ്ങളെ കുട്ടികളെ അടുത്ത് വിളിക്കുക. ആ ഒരു ബോധ്യത്തെ കാണുക. ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഇത് ആരും പറഞ്ഞ് കേട്ടിട്ടോ ഇല്ല എന്നെക്കൊണ്ട് പറയിപ്പിച്ചിട്ടോ ഞാൻ പറയുന്നില്ല. ഇത് ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. ഞാനൊരു ഹൈന്ദവ കുടുംബത്തിലായിരുന്നു. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം. എനിക്ക് കുർബാനയെക്കുറിച്ച് അറിയില്ല. അമ്മ മാതാവിനെ അറിയാം. അപ്പോൾ കൂട്ടം കൂടുമ്പോൾ ദൈവം ജീവിക്കുന്ന ദൈവമാണെന്ന് പറയാനാണ് പറയുന്നത്. ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. അപ്പോൾ ഞങ്ങൾ കൊച്ചി താമസിക്കുക, കൊച്ചി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അടുത്ത് ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ അവിടെ വലിയ കൂട്ടം കണ്ടപ്പോൾ, അപ്പോൾ ആരൊക്കെയോ എന്തൊക്കെയോ പ്രാർത്ഥിക്കുക, ധ്യാനം നടക്കുക. എനിക്ക് ധ്യാനമൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ 6ാം ക്ലാസ് വരെ ഡൽഹി പഠിച്ചതാണ്. അവിടെ ഞങ്ങൾ കുട്ടികളൊക്കെ അമ്പലത്തിൽ പൂജ നടക്കുമ്പോൾ പൂജയുടെ അവസാനം പ്രസാദം നൽകും. അവിടെ മധുരമൊക്കെ തരും. അപ്പോൾ ഞങ്ങൾ ലൈനിൽ പോയി നിൽക്കും ഈ പ്രസാദം വാങ്ങിക്കാൻ. ആ അവസാന സമയത്താണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഈ കൂട്ടത്തിലും ഞാൻ അടുത്ത് തന്നെയാണ്. കൂട്ടത്തിൽ നോക്കുമ്പോൾ അവസാനമായപ്പോൾ കുറേ പേര് ഇങ്ങനെ ലൈൻ നിൽക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചെന്തോ മധുരം തരയാണ്. ഡൽഹിയിൽ നിന്ന് വന്ന സമയമാണ്. ഞാനും പോയി ആ ലൈനിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് എനിക്കൊരു ചെറിയ വട്ടത്തിൽ അപ്പം എൻ്റെ കയ്യിൽ വെച്ച് തന്നു. എല്ലാവരും വാങ്ങിക്കുമ്പോൾ ഇവിടെ അച്ഛനാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഞാനത് കഴിച്ചു നോക്കിയപ്പോഴത്തേക്ക് മധുരമൊന്നുമില്ല. എനിക്ക് അന്ന് മനസ്സിലായില്ല ഇതെന്താണെന്ന്. പക്ഷേ അത് ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന സമയമായിരുന്നത്. അത് കഴിഞ്ഞപ്പോഴാണ് ആദ്യമായിട്ട് എനിക്ക് എൻ്റെ കയ്യിൽ ബൈബിള് കിട്ടുന്നത്.
ദൈവം എന്നിലേക്ക് വന്നപ്പോഴത്തേക്കും വചനമാണ് വെച്ച് തന്ന് ജീവിക്കുന്ന ദൈവം. ആ ദൈവം കൈവിട്ടിട്ടില്ല. ഇന്ന് എന്നെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇതുപോലെ എന്തിനാ ആരാധിക്കേണ്ടത്? നമ്മ എന്തിനാ ആരാധിക്കേണ്ടത്? ദൈവം എന്തിനാ ആരാധിക്കാൻ പറയുന്നത്? അതാദ്യം നമ്മ ദൈവ സാന്നിധ്യത്തിലുള്ളപ്പോൾ ആദ്യം നമ്മ അത് മനസ്സിലാക്കണം. ജെറമ്യാ 29:11 ദൈവം പറഞ്ഞിരിക്കുക, മകനെ മകളെ, നിങ്ങൾ ഓരോരുത്തരെ കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. അത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ദൈവം അതിനു വേണ്ടിയിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചത്. ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. അത് പദ്ധതി നടപ്പിലാക്കണമെങ്കിൽ നമ്മ ദൈവ സാന്നിധ്യത്തിൽ ഉണ്ടാകണം, ദൈവത്തെ ആരാധിക്കണം. അത് പലപ്പോഴും നമ്മ പരാജയപ്പെട്ടു പോകുന്നുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കാൻ നമ്മ സമ്മതിക്കാറില്ല, അനുവദിച്ചു കൊടുക്കാറില്ല ദൈവത്തിന്. ഇത് സമയമാണ്. നമുക്ക് പ്രാർത്ഥിക്കണം, അനുതപിക്കണം. ദൈവമേ, പല സമയത്തും ഞാൻ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. നിന്നെ അനുവദിച്ചിട്ടില്ല ഞാൻ. നിന്റെ പദ്ധതി അനുസരിച്ച് ജീവിക്കാൻ, നിന്റെ തിരുമനസ് അനുസരിച്ച് ജീവിക്കാൻ ഞാൻ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. നമുക്കിപ്പോൾ അനുദപിക്കാം. ഈശോയെ, എന്നിൽ കരുണയായിരിക്കണേ. സാത്താൻ നമ്മളെ മനസ്സിൽ കൊടുത്തിരിക്കുന്ന ചിന്ത, നിനക്ക് യോഗ്യതയല്ല ദൈവത്തിൻ്റെ മുമ്പിൽ ഇരിക്കാൻ. നീ പറഞ്ഞാൽ ദൈവം കേൾക്കില്ല. പക്ഷെ ദൈവം, നമ്മുടെ മുമ്പിൽ സാന്നിധ്യമായിരിക്കുന്ന ദൈവം നമ്മളോട് പറയുക, മകനെ മകളെ, നിന്റെ യോഗ്യതയില്ലായ്മയാണ് എൻ്റെ മുമ്പിൽ എൻ്റെ കരുണ ലഭിക്കാനുള്ള നിന്റെ യോഗ്യത. ആ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. അപ്പോൾ നമുക്ക് ആ ബോധ്യത്തോടെ ദൈവത്തെ ഒരു നിമിഷം നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ അയോഗ്യതകളെ നീ വിലക്കെടുക്കരുതേ. കർത്താവേ, അങ്ങയുടെ ഹൃദയത്തിന്റെ കരുണയാൽ നിറച്ച് ഞങ്ങളെ എല്ലാവരെയും യോഗ്യതയുള്ളവരാക്കണമേ. നിന്റെ വലിയ സ്നേഹത്തിന്റെ കീഴിൽ ഞങ്ങൾ ശിരസ് നമിക്കുന്നു. കുറവുകളെ എല്ലാം ഞങ്ങൾ അങ്ങയുടെ കുരിശിന്റെ ചുവട്ടിൽ ഇറക്കി വെക്കുന്നു. യേശുവേ, ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. ഞങ്ങളെ സഹായിക്കണമേ, കൂടെ ഉണ്ടാകണമേ. മോക്ഷരാജ്യത്തിൽ നിന്നെഴുന്നള്ളി നീ വരണമേ ദൈവകുമാരാ, ദൈവകുമാരാ, ദൈവകുമാരാ. മോക്ഷരാജ്യത്തിൽ നിന്നെഴുന്നള്ളി നീ വരണമേ ദൈവകുമാരാ, ദൈവകുമാരാ, ദൈവകുമാരാ. മോക്ഷരാജ്യത്തിൽ നിന്നെഴുന്നള്ളി നീ വരണമേ ദൈവകുമാരാ, ദൈവകുമാരാ.
മനസ്സിലാക്കേണ്ട കാര്യം, ദൈവസാന്നിധ്യത്തിൽ ഉള്ളപ്പോൾ നമുക്ക് പല സംശയമുണ്ട്. ഞാൻ എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കുക? പ്രാർത്ഥിക്കണം. അല്ല, എന്ത് പറഞ്ഞാൽ ആരാധിക്കേണ്ടത്? എന്താ ചെയ്യേണ്ടത്? എങ്ങനെ ആരാധിക്കേണ്ടത്? യോഹന്നാൻ 4:24 ദൈവം പറയുകയാണ്, എന്നെ സത്യത്തിലും ആത്മാവിലും നീ ആരാധിക്കുക. നമ്മൾ ആരാധിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആരാധിക്കുമ്പോൾ അതൊരു ചാർജാണ്. ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വരും നിൻ്റെ മുകളിൽ. നീയായിരിക്കില്ല, നീ മാറും. നിൻ്റെ ഈ അവസ്ഥയെല്ലാം മാറും. നിന്നെ എന്തൊക്കെ പോരായ്മയുണ്ടോ, നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തൊക്കെ പ്രശ്നമുണ്ടോ, നിനക്ക് ഉത്തരം ലഭിക്കാത്ത ഉത്കണ്ഠയുണ്ടോ, അതെല്ലാം മാറാനുള്ള സമയമാണത്. ഒരു ബോധ്യത്തിലിരിക്കുക. ഇത് നിനക്ക് അനുഭവമായിട്ട് മാറും. എങ്ങനെ ആരാധിക്കുക? സത്യത്തിൽ ആത്മാവിൽ ആരാധിക്കുക. 2 വിഷയം വേണം ആരാധിക്കാൻ. ഒന്ന് സത്യം, അത് വചനമാണ്. സത്യം വചന ദൈവ വാഗ്ദാനങ്ങളെ ചൊല്ലി ആരാധിക്കുക. രണ്ടാമത്തത്, നീ ആത്മാവിൽ നിറയണം. ആദ്യ ദൈവ സാന്നിധ്യത്തിൽ നീ വരുമ്പോൾ, ദൈവത്തിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ, ആദ്യം നീ ആത്മാവിൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എങ്ങനെ ആത്മാവിൽ നിറയുക? അപ്പോസ്തലപ്രവർത്തൻ 2:38 നീ അനുതപിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് നീ ആത്മാവിൽ നിറയുക. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ, ഞാൻ നിന്നിലിരുന്ന് അകന്ന് ജീവിച്ചുകൊണ്ടിരിക്കുക, എന്നിൽ കരുണയായിരിക്കണേ, എന്നെ തിരിച്ചു വിളിക്കണേ. ഈ ലോകത്തിൻ്റെ തിരക്കിൻ്റെ ഇടയ്ക്ക്, ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ നിന്നെ മറന്നിരിക്കുക. എന്നോട് കരുണയായിരിക്കണേ. പല സമയത്തും നീ തന്ന അനുഗ്രഹം കൊണ്ട് തന്നെ ഞാൻ നിന്നെ ചതിച്ചിരിക്കുക. നീ തന്ന അനുഗ്രഹത്തിൽ ഞാൻ നന്ദികേടാ കാണിച്ചിരിക്കുന്നത്. ഒരിക്കലും നിന്നെ ഓർത്തില്ല ദൈവമേ. ഈശോയെ, എന്നോട് കരുണയായിരിക്കണേ. നമ്മ പ്രാർത്ഥിക്കണം, അനുതപിക്കണം. അനുതപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിറയും. ആത്മാവ് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ ദൈവ സാന്നിധ്യത്തിലിരുന്നാൽ മാത്രം മതി. രണ്ടാമത്തത്, ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെ പാപങ്ങൾ ക്ഷമിക്കപ്പെടണം. നീ അനുദപിച്ചാൽ മാത്രം പോരാ, നിനക്ക് ദൈവത്തോടുള്ള സ്നേഹമായിരിക്കണം. സ്നേഹത്തിൽ നിറഞ്ഞാണ് നീ അനുദപിക്കേണ്ടത്. ലൂക്ക 7:47 ഈശോ പറയുക, കൂടുതൽ സ്നേഹിക്കുന്നവരെ കൂടുതൽ പാവങ്ങൾ ക്ഷമിക്കപ്പെടും. കുർബാനയോട് നിനക്ക് സ്നേഹമായിരിക്കണം. ദൈവം നിന്നെ വിട്ടുപോകില്ല. നീ ദൈവത്തെ വിട്ട് മാറിപ്പോയാലും ദൈവം നിന്നെ അന്വേഷിച്ചു വരും. കുർബാനയോടുള്ള സ്നേഹം, ഇത് ഞാൻ വെറുതെ അല്ല പറയുന്നത്. ഈ കാലത്ത് കുർബാനയ്ക്ക് ക്ഷാമമുള്ള കാലത്ത്, പ്രാർത്ഥനയ്ക്ക് ക്ഷാമം ഈ ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത്, അനേകം പേര് കുർബാന മറന്നിരിക്കുക. കുർബാന കൂടിയാന്ന് ചോദിച്ചാൽ TV കണ്ട്,
വല്ലവരും ഭക്ഷണം കഴിക്കുന്നത് ടി വി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വിശപ്പ് മാറുക. നമ്മൾ ആഗ്രഹിക്കുന്ന പോലുമില്ല. എത്ര പേരാ പ്രാർത്ഥിക്കുന്ന, ഈശോയെ നിന്റെ ഇഷ്ടമായി ഈ കൊറോണ ഈ ലോകത്തേക്ക് കൊണ്ടുവന്നത്, അതിലെനിക്ക് പരാതിയില്ല, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. പക്ഷേ എനിക്ക് പരാതിയുണ്ട്, ഈ കൊറോണ നീ മാറ്റിത്തരണേ. എന്തിനു വേണ്ടി? ഞങ്ങൾക്ക് കുർബാന കൂടണം, പള്ളികൾ തുറക്കപ്പെടണം. എത്ര പേരാ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ഇതാ ദൈവസ്നേഹം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാം, കഴിഞ്ഞ കൊല്ലം മാർച്ച് 1.25 വർഷമായി ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഉണ്ടായി. വീട്ടിലിരുന്ന് പുറത്തിറങ്ങിയിട്ടില്ല. വലിയ പ്രശ്നമായിരുന്നു. എന്നിട്ടും ഒരു ദിവസം പോലും ഞാൻ കുർബാന മുടങ്ങിയിട്ടില്ല. കുർബാന സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ എവിടെ ഉണ്ടോ അവിടെ ദൈവം തന്നിട്ടുണ്ട്. ഇത് കുർബാനയോടുള്ള സ്നേഹം കൊണ്ടാണ്. ഏത് രാജ്യത്തിൽ പോയാലും, ആദ്യം ഏത് സ്ഥലത്ത് പോയാലും നമ്മളെ പ്രോഗ്രാം നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്, എത്ര വലിയ കാര്യമാണെങ്കിലും ഞാൻ അവിടെ പോയാൽ കുർബാന എങ്ങനെ കൂടും? നമ്മുടെ വീട്ടിൽ ദിവസവും ഒരു ഭിക്ഷക്കാരൻ കാലത്ത് 11 മണിക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ദിവസം വരും. നിങ്ങൾ കുറച്ച് പഴയതോ എന്തെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടാവും എനിക്ക് കൊടുക്കാൻ. കുറേ കാലമായിട്ട് വരുമ്പോൾ ഒരു ദിവസം അവനെ കണ്ടില്ലെങ്കിൽ നിങ്ങളറിയാതെ നിങ്ങളെ നോട്ടം അങ്ങോട്ട് ഗേറ്റിലേക്ക് പോകും. എന്താണ് 11 മണിയായല്ലോ, അവരെ കണ്ടില്ലല്ലോ. അടുത്ത ദിവസം വന്നില്ലെങ്കിൽ പിന്നെയും പോകും. നമ്മ പോലും ഇങ്ങനെ ആവുമ്പോൾ, ദിവസവും കുർബാനയോടുള്ള സ്നേഹത്തിൽ കുർബാന കൂടുമ്പോൾ ദൈവം നോക്കി നിൽക്കും. ആദ്യ കുർബാനയ്ക്ക് പോകുമ്പോൾ പല അനുഭവമാണ്. ജീവിക്കുന്ന ദൈവമാണ്. ദൈവം അന്വേഷിച്ചു പോയി. ഇമ്മാവൂസ് ശിഷ്യന്മാരെ ആദ്യം ഈശോ അന്വേഷിച്ചു പോയതാ. ഒരു കുർബാനയ്ക്ക് അവർ കൂടെ ഉണ്ടായി, ഈശോയുടെ ബലിക്ക് അവർ കൂടെ നിൽക്കുകയുണ്ടായി. നമ്മൾ മറന്നാലും മറക്കാത്ത ദൈവമാണ് നമ്മളെ. നമുക്ക് ആ ദൈവത്തെ സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ മറന്നാലും ഞങ്ങളെ മറക്കാത്ത ഞങ്ങളുടെ നല്ലവനായ ദൈവമേ, നിന്റെ സ്നേഹവുമായി ഞങ്ങൾ പിന്നാലെ നടന്ന് സ്നേഹിക്കുന്നുണ്ടോ? അങ്ങയുടെ വലിയ കൃപയോർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങയുടെ കൂടെ ആയിരിക്കുന്നു. ജീവനും സ്നേഹവുമെല്ലാം ആയി വാഴണം എന്നുള്ളിലെന്നും. നീയും ജീവനും സ്നേഹവുമെല്ലാം ആയി വാഴണം എന്നുള്ളിലെന്നും. മോക്ഷരാജ്യത്തിൽ നിന്നെഴുന്നള്ളി നീ വരേണമേ ദൈവകുമാര, ദൈവകുമാര, ദൈവകുമാര. പ്രൈസ് ലോർഡ്. ദൈവത്തെ സ്നേഹിക്കണം. ഇപ്പോൾ ദൈവ സാന്നിധ്യത്തിൽ നമ്മളുള്ളപ്പോൾ, എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹം നിറയണം. സ്നേഹം നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം, ആഗ്രഹിക്കണം. ദൈവത്തെ സ്നേഹിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ദൈവം അങ്ങോട്ട് സ്നേഹം, നമ്മളെ സ്നേഹിക്കുന്ന അനുഭവം നമുക്ക് കിട്ടിത്തുടങ്ങുമ്പോൾ
നമുക്കത് താങ്ങാൻ പറ്റില്ല. നമുക്ക് തോന്നും ദൈവത്തിന് വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ള. ഒറ്റപ്പെട്ട് നിങ്ങളെ സ്നേഹിക്കുന്ന അനുഭവം നിങ്ങൾക്ക് കിട്ടും. എനിക്ക് ഒന്നും വേണ്ട, ദൈവം മാത്രം മതി എന്നുള്ള ഒരാഗ്രഹം ഉണ്ടാകും. ഇത് കുർബാനയോടുള്ള സ്നേഹം. ഞാൻ ഒരു ദിവസം കൃപാസനത്തിൽ ജ്ഞാനസ്ഥാനത്തിന് മുമ്പ് അച്ഛൻ്റെ ക്ലാസ് കേൾക്കേണ്ടായി. ജോസഫ് അച്ഛൻ്റെ ക്ലാസ് കേട്ടപ്പോൾ കുർബാനയോട് എനിക്ക് ആഗ്രഹം തോന്നി. അന്ന് അഭിഷേകം ഉണ്ടായി അച്ഛൻ്റെ ആ സ്പീച്ചിൽ. ഞങ്ങൾ കോയമ്പത്തൂരാണ് താമസിക്കുന്നത്. ഇപ്പോൾ 2-ാം ചൊവ്വാഴ്ച എൻ്റെ ശുശ്രൂഷയാണ്. ഇവിടെ വന്നപ്പോഴത്തേക്കുമാണ് അച്ഛൻ്റെ ടോക്ക് കേട്ടതെന്ന്. ഞാൻ അടുത്ത ദിവസം തൊട്ട് തീരുമാനിച്ച ദിവസം കുർബാനയ്ക്ക് പോകണം. പക്ഷെ അത് ഞാൻ സ്ഥാനം എടുക്കാതെ കുർബാന സ്വീകരിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഞങ്ങളെ സെൻറ്റ് ആൻ്റണീസ് പള്ളിയാണ് വീടിൻ്റെ അടുത്തുള്ളത്. ദിവസവും കാലത്തെ 6 മണിക്കാണ് കുർബാന. കാലത്തെ ഞാൻ പോയി ഇരിക്കും. കുർബാന കൊടുക്കുമ്പോഴത്തേക്കും കൊന്ത ചൊല്ലിയിരിക്കും. കുറച്ച് ദിവസം അതിനെ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വലിയ ആഗ്രഹം, കുർബാന സ്വീകരിക്കണം. ഈശോടുത്ത് ഞാൻ പറഞ്ഞു, അമ്മ മാതാവിനോട് പറഞ്ഞ്. പക്ഷേ ഇതിന് കുറേ ബുദ്ധിമുട്ടുണ്ടായി ഞങ്ങൾക്ക് ജ്ഞാനസ്ഥാനം എടുക്കാൻ. ഞാനും എൻ്റെ കുടുംബവും എൻ്റെ ഭാര്യ മക്കൾ ഈശോയിൽ വിശ്വാസമുണ്ട്, കൊന്തയൊല്ലും. എന്നാലും അവിടെ എല്ലാ സ്വന്തക്കാരോടൊക്കെ പോയി പറയാൻ വലിയ ആഗ്രഹമുണ്ട്. അപ്പം അച്ഛനോട് ഞാൻ വന്ന് ചോദിച്ചാൽ അച്ഛൻ പറഞ്ഞ സമയമായില്ല. അപ്പം ദിവസവും കുർബാനയ്ക്ക് പോവും. അപ്പം അമ്മ മാതാവിനോട് ചോദിക്കും, അമ്മ മാതാവേ, എല്ലാവരും കുർബാന സ്വീകരിക്കുമ്പോൾ ഓരോ അപ്പത്തെ നോക്കി ഞാൻ ഓരോ നിയോഗം പറയും. എന്നിട്ട് ഒരു ദിവസം ഇത് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് കുർബാന വേണമെന്ന്. അപ്പോൾ അച്ഛൻ ഒരാൾക്ക് കുർബാന കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു അപ്പം വീണ് താഴെ വീണ്. ഞാനത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ അതെടുത്ത് കുർബാന വെച്ച്. അപ്പോൾ എനിക്ക് തോന്നി, എൻ്റെ മനസ്സിൽ മാതാവ് തോന്നിപ്പിച്ച ഇത് താഴെ വീണപ്പോൾ ചെറിയ പൊടി കഷ്ണം എവിടെയെങ്കിലൊക്കെ വീണിട്ടുണ്ടാവും. പിന്നെ അതേപോലെ അച്ഛൻ കുർബാനയൊക്കെ കൊടുത്ത് ഇത് തീർന്നപ്പോഴത്തേക്കും ആ പൊടിയെല്ലാം കൂടി തട്ടിയ വീഞ്ഞിലേക്ക് ഇടുക. അപ്പോൾ ഈ ടവലിരുന്നൊക്കെ പൊടിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. അപ്പോഴും എനിക്ക് തോന്നി ആ ചെറിയ കഷ്ണങ്ങളൊക്കെ താഴെ വീഴുള്ളൂ. അമ്മ മാതാവ് അപ്പം എനിക്കൊരു വചനം ഓർപ്പിപ്പിച്ചതെന്ന്, മാർക്ക് 6-ാം അധ്യായം 28, മേശയിലിരുന്ന് താഴെ വീണ അപ്പം നായ്ക്കൾക്കുള്ളതല്ലേ? യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ നമ്മൾ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ, അതിലിരുന്ന് എനിക്ക് മനസ്സിലായത് ആ കാനാക്കാരി സ്ത്രീക്ക് ഈശോയുടെ മുകളിൽ സ്നേഹമായിരുന്നു. ഒരാളെ സ്നേഹിക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ മറന്നാ സ്നേഹിക്കേണ്ടത്. അതാണ് യഥാർത്ഥ സ്നേഹം. ഈശോ അങ്ങനെയാ പറഞ്ഞ, നിന്നെ മറന്നുകൊണ്ടാ നീ എന്നെ സ്നേഹിക്കേണ്ടേ, കുരിശെടുത്ത് വരിക. അത് സ്നേഹിക്കാന്നാ പറയുന്നത്. അവളെ തന്നെ മറന്ന. ഈശോ പറഞ്ഞ നായ്ക്കൾക്കുള്ളതാണെന്ന് പറഞ്ഞപ്പോഴും അവൾക്ക് അവളെക്കുറിച്ച് ഓർമ്മയില്ല. അവൾക്ക് ഈശോ ആണ് വലുത്. അങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. അപ്പം എനിക്കത് കിട്ടിയപ്പോഴത്തേക്കും ഞാൻ ഈശോടുത്ത് പറഞ്ഞു, ഈശോയെ, അച്ഛൻ പോലും കാണാത്ത ചെറിയ കഷ്ണങ്ങൾ ഇപ്പം വീണപ്പോൾ ചെറിയ കഷ്ണങ്ങൾ താഴെ കാണുമല്ലോ, മൈക്രോസ്കോപ്പിക്കായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങൾ താഴെ കാണുമല്ലോ.
കുർബാന എല്ലാവർക്കും കൊടുത്തു തീരുമ്പോൾ അങ്ങനെ ഏതെങ്കിലും കഷ്ണം, ഉരുമ്പ് കഴിക്കുന്ന കഷ്ണങ്ങൾ എവിടെയെങ്കിലൊക്കെ കാണും. അത് നിനക്കറിയാം. നിന്നെക്കൊണ്ട് എല്ലാം സാധ്യമാണ്. ഞാൻ ചുംബിക്കും, മണ്ണിലേക്ക് ഞാൻ ചുംബിക്കും, തറയിലേക്ക് ഞാൻ ചുംബിക്കുമ്പോൾ എൻ്റെ നാവിൽ കൊണ്ടൊന്ന് വെച്ച് തരണേ ഈശോയെ. അങ്ങനെ 2 കൊല്ലത്തേക്ക് ഞാൻ അങ്ങനെയാണ് കുർബാന സ്വീകരിച്ചത്. നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അനുഭവം കിട്ടും. ദൈവം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. ഇതിന് പ്രതിഫലമായിട്ട് ദൈവം തന്നത് എൻ്റെ ജ്ഞാനസ്ഥാനം ജോർദൻ നദിയിൽ വെച്ചാണ് എനിക്ക് കിട്ടിയത്. ഈശോ ജ്ഞാനസ്ഥാനം എടുത്ത സ്ഥലത്ത്. അതിൽ അമ്മ മാതാവിൻ്റെ ക്രമീകരണം വിശേഷമായിരുന്നു. അതിൽ ജോർദൻ നദി പോകുമ്പോഴത്തേക്കും കുറേ അച്ഛന്മാരുണ്ടായി. അതിൽ നമ്മളെ ജോസഫ് അച്ഛൻ കൂടെ ഉണ്ടായി. ഇവിടെ നിന്ന് പോകുമ്പോൾ അങ്ങനെ ഒരു തീരുമാനവും ഉണ്ടായിരുന്നില്ല. ഈസ്റ്റർ ദിവസമാണ് അന്ന്. ജോർദൻ നദിയിൽ ഞങ്ങൾ പോയി ഇറങ്ങി, അമ്മനിൽ ഇറങ്ങിയ ജോർദൻ നദിയിൽ പോകുമ്പോൾ അവിടെ ഒരു ഗൈഡ് അച്ഛൻ ഉണ്ടായി. അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇവിടെയാണ് ഈശോ ഈ സ്ഥലത്താണ് ജ്ഞാനസ്ഥാനം എടുത്തത്. ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഞാനും അവിടെ ഇറങ്ങി നിൽക്കുക. അച്ഛനപ്പുറത്തുണ്ട്, ജോസഫ് അച്ഛൻ അപ്പുറത്തുണ്ട്. എന്തോ എന്നെ പിടിച്ച് വലിച്ച് താഴെ ഇരുത്തി. ഞാൻ മുട്ടിപ്പേ നിന്നിട്ട് ഞാൻ അച്ഛനെ ഇങ്ങനെ തോണ്ടി, അച്ചോ എനിക്കിപ്പോൾ ജ്ഞാനസ്ഥാനം തന്നെ ഇവിടെ വെച്ച്, ഇല്ലെങ്കിൽ ഞാൻ എണിക്കില്ല. എന്നിട്ട് ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ ഭാര്യയും മക്കളെയും വിളിച്ച് ഇങ്ങോട്ട് വന്നു പറഞ്ഞു. വേറെ ഒന്നും പറഞ്ഞില്ല, മുട്ടിപ്പേ നിൽക്കാൻ പറഞ്ഞു. വെള്ളത്തിൽ ഞങ്ങൾ മുട്ടിപ്പേ നിൽക്കുക. മുട്ടോളം വെള്ളമുണ്ട്. അപ്പോൾ എല്ലാവരും നോക്കി നിൽക്കുക. ഞാൻ പറഞ്ഞു, അച്ചോ ഞാൻ എണീക്കില്ല. ജോസഫ് അച്ഛൻ പോക്കറ്റിൽ വെള്ളത്തിൻ്റെ ബോട്ടിലുണ്ടായി. ആ വെള്ളം കളഞ്ഞിട്ട് ജോർദൻ നദിയിൽ വെള്ളം എടുത്ത് തലയിൽ ഒഴിച്ച് അവിടെ വെച്ച് ജ്ഞാനസ്ഥാനം കിട്ടി. ആദ്യത്തെ അപ്പ സ്വീകരണം ഞങ്ങളെ കാനയിൽ കല്യാണ വീട്ടിലേക്ക് അടുത്ത ദിവസം പോകുന്ന അവിടെ വെച്ചാണ് കിട്ടിയത്. പ്രതിഫലം ഇതുപോലെയാണ്. ദൈവം ഇതൊക്കെ നോക്കി വയ്ക്കും. ഇത് മാത്രമല്ല, ഞാൻ പലപ്പോഴും നോക്കിയിട്ട് ഞാൻ പറഞ്ഞല്ലേ, ഒരു സാധാരണ ഭിക്ഷക്കാരനെ പോലും ഞമ്മ ദിവസം വരുന്നവനെ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ ഞമ്മ നോക്കുമെന്ന്. ഞങ്ങൾ ഒരു ദിവസം ഞാനും കുടുംബവും കൊച്ചിയിരുന്ന് തിരിച്ചു പോവുക. അന്ന് ഗുഡ് ഫ്രൈഡേയാണ്. അപ്പോൾ അന്ന് കാലത്തെ കുർബാന കൂടെ ഞങ്ങൾ എന്തായിരുന്നെന്ന് വെച്ചാൽ വൈകുന്നേരം ആണ് ഞങ്ങളെ ഇടവകയിൽ കുർബാന. സെൻറ്റ് ആൻറ്റീസ് പള്ളിയാണ് ഇടവക. അപ്പോൾ ഞങ്ങൾ അത് കണക്കാക്കി ഇവിടുന്ന് പോയപ്പോഴത്തേക്ക് എന്തോ കാരണവശാൽ വണ്ടി ലേറ്റായി. എനിക്കറിയാം 1 മണിക്കൂർ ലേറ്റായിട്ടേ പോകുള്ളൂ, കുർബാന കഴിഞ്ഞു പോകും. അപ്പോൾ പോകുന്ന വഴിക്ക് നേരെ പാലക്കാട് ഇറങ്ങി. പാലക്കാട് പള്ളിയിൽ പോയിട്ട് ചോദിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾ പോയി കയറുമ്പോഴത്തേക്ക് അവിടെ 1 മണിക്കൂർ മുമ്പേ തീർന്നു. വിഷമിച്ച് പോകുന്ന വഴിയിൽ ഏതെങ്കിലും പള്ളിയുണ്ടോ, എവിടെയെങ്കിലും കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിങ്ങനെ പോയി. ആ ഒരു ദാഹം നമുക്കൊക്കെ ഉണ്ടാകണം. നമ്മളെല്ലാവരും നമ്മളെ വിഷമത്തെ ഓർക്കുക. നമ്മൾ ഈശോനെ മറന്നുപോയ സമയത്തെ ഈശോയ്ക്ക് നമ്മൾ വില കൊടുക്കാത്ത സമയത്ത് ഓർത്ത് നമുക്കൊന്ന് അനുദപിക്കണം. ഈശോയെ, നിന്നെ അന്വേഷിക്കാനുള്ള ദാഹത്തെ എനിക്ക് തരണേ, നിന്നെ സ്നേഹിക്കാനുള്ള വിശപ്പ് എനിക്ക് തരണേ എന്ന് പറഞ്ഞ് നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിന്നെ അനുഭവിച്ചറിയാനുള്ള വലിയ ശക്തി ഞങ്ങൾക്ക് തരണമേ. നിന്നെ ആസ്വദിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് തരണമേ. അങ്ങേ രുചിച്ചറിയാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ആരാധന.
കാറ്റേ കരയുക. ദൈവത്തെ സ്തുതിപ്പിൻ. സ്തുതിപ്പിൻ. കാറ്റേ കടലേവ ദൈവത്തെ സ്തുതിപ്പിൻ. ദൈവത്തെ സ്തുതിപ്പിൻ. കർത്താവിനെ സ്തുതിപ്പിൻ. കാറ്റേ കടലേവ ദൈവത്തെ സ്തുതിപ്പിൻ. മഴയേ മേഘമേവ ദൈവത്തെ സ്തുതിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. ഇത് ജീവിക്കുന്ന ദൈവത്തിൻ്റെ അനുഭവം ഞാൻ പറയണമെന്ന്. ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതാ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. കിട്ടാത്ത ഉത്തരം, ഈ ലോകത്ത് കിട്ടാത്ത ഉത്തരമല്ല, നിങ്ങളുടെ ചോദ്യത്തിന് കിട്ടാത്ത ഉത്തരമെല്ലാം ഇവിടെ കിട്ടും. അന്വേഷിക്കുക, ചോദിക്കുക ദൈവത്തിൻ്റെ അടുത്ത്. അത് ഇതാണ് സമയം, ആരാധിക്കുന്ന സമയം. അപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. പാലക്കാട് കഴിഞ്ഞ് വഴിയൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. പള്ളിയൊന്നും കാണുന്നില്ല, പള്ളിയൊക്കെ അടച്ചിരിക്കുക. അവിടെ 6 മണിക്കാണ് ഞങ്ങളെ ഇടവകയിൽ കുർബാന. കോയമ്പത്തൂർ എൻട്രൻസ് എത്തിയപ്പോഴത്തേക്ക്, ബൈപ്പാസ് എൻട്രൻസ് എത്തിയപ്പോൾ 6:30 മണി. 7 മണിക്ക് കുർബാന തീരും. ഗ്രൗണ്ടിലാണ് കുർബാന. വലിയ വിഷമത്തോടെ, ഈശോയെ എന്താ നീ നിൻ്റെ സാന്നിധ്യത്തിലിരുന്ന് നീ എന്നെ അകത്തിയത് എന്തുകൊണ്ടാണ്? പല ചോദ്യങ്ങളാണ്, പല വിഷമങ്ങളാണ്. നമുക്ക് കാശ് നഷ്ടപ്പെടുമ്പോൾ ഇല്ല നമ്മൾ സങ്കടപ്പെടേണ്ടത്. ബിസിനസ് കിട്ടാതെ ആകുമ്പോൾ ഇല്ല സങ്കടപ്പെടേണ്ടത്. സുഹൃത്തുക്കൾ നഷ്ടപ്പെടുമ്പോൾ ഇല്ല സങ്കടപ്പെടേണ്ടത്. നിന്നെ ആരെങ്കിലും അവമാനിക്കുമ്പോഴില്ല നീ സങ്കടപ്പെടേണ്ടത്. നിനക്ക് കുർബാന കിട്ടിയില്ലെങ്കിൽ നീ സങ്കടപ്പെടണം. ഞാനത് ആ സങ്കടത്തോടെ പോകുമ്പോൾ 7 മണിയാകുമ്പോൾ ഒരു കണക്കിന് 7 മണിക്ക് എത്തി. കുർബാന തീർന്നിട്ടുണ്ടാവും. ഈശോടുത്ത് ചോദിക്കാം. ഗ്രൗണ്ടിൽ പോയപ്പോഴത്തേക്കും ഗ്രൗണ്ടിലിരുന്നല്ല ആൾക്കാർ തിരിച്ചു വരിക. ഞാൻ കാർ ഒരു കണക്കിന് നിർത്തിപ്പോൾ 7 മണിക്ക് ഞാൻ വിചാരിച്ച കുർബാന തീർന്നു. അപ്പോൾ എല്ലാവരും പള്ളിക്കകത്ത് കയറിയ. അപ്പം ഞാൻ ചോദിച്ചത് എന്താന്ന്. അപ്പോൾ പറയാണ്, ഞാൻ അറിഞ്ഞത് കുർബാന തുടങ്ങിയപ്പോൾ അവിടെ എവിടെയോ ഇരുന്ന് പ്രാണികൾ കുറേ വന്നു. ഈച്ച പോലത്തെ പ്രാണിയില്ലേ, കൊതുക് പോലത്തെ,
അത് വന്നപ്പോഴത്തേക്കും അത് കുറേ കൂടി അങ്ങോട്ട്. എന്നിട്ട് അച്ഛൻ അവിടെ പറയുകയാണ്, മഴ വരാൻ പോവുകയാണ്, നമുക്ക് പള്ളിക്കകത്ത് കുർബാനയാക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ 3/4 മണിക്കൂർ അങ്ങനെ ലേറ്റായി എല്ലാവരും വന്ന് ഞങ്ങൾ പള്ളിക്കകത്ത് കയറിയിരുന്ന് കുർബാന തുടങ്ങി. ഇതാണ് നമ്മളെ സ്നേഹിക്കുന്ന ദൈവം. ദൈവത്തോട് നിങ്ങൾ കൂറ് കാണിക്കുമ്പോൾ ദൈവം നിങ്ങളോട് കൂറ് കാണിക്കും. ഇത് കൂറ് കാണിക്കേണ്ട സമയമോ. നമുക്കൊരു കാര്യം കൂടി നമ്മൊന്ന് ധ്യാനിക്കണം. എങ്ങനെയാണ് നമ്മൾ ചിലപ്പോൾ ആത്മാവിൽ നിറഞ്ഞായിരിക്കും, പക്ഷെ ബോധ്യം ഉണ്ടാവില്ല. വചനം നമ്മളെ കയ്യിലുണ്ടാവും, ബൈബിൾ ഉണ്ടാവും, ബോധ്യം ഉണ്ടാകില്ല. ദൈവ സാന്നിധ്യത്തിലാണെന്നുള്ള ബോധ്യം ഉണ്ടാകില്ല. ആരാധിക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, നമ്മൾ ദൈവ സാന്നിധ്യത്തിലേക്ക് വരണം. ആരാധിക്കണം, നമ്മൾ അനുദപിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ സാന്നിധ്യം അനുഭവപ്പെടില്ല. എങ്ങനെയാണ് നമ്മൾ തിരിച്ച് ദൈവ സാന്നിധ്യത്തിലേക്ക് വരിക? സങ്കീർത്തനം 95:2 ഇത് മാർക്ക് ചെയ്ത് വെച്ചോട്ടാ. നന്ദി പറയുമ്പോഴാണ് യമ ദൈവ സാന്നിധ്യത്തിലേക്ക് വരിക. എപ്പോഴും ഓർക്കേണ്ടത്, ദൈവ സാന്നിധ്യത്തിൽ ആരാധനയിൽ നമ്മൾ വരുമ്പോൾ ദൈവം തന്ന എല്ലാ നന്മയും ഓർത്ത് നന്ദി ആദ്യം പറയണം. അപ്പം നമ്മൾ ഓർക്കും നമുക്ക് എന്ത് നന്മ. പലവരും പിറുവിറുപ്പാണ്. പിറുവിറുപ്പ് നിർത്തിയിട്ട് വരണം. എനിക്കൊന്നുമില്ലല്ലോ, കഷ്ടപ്പാട് ബുദ്ധിമുട്ടാണല്ലോ. ഇല്ല, നന്ദി പറയാൻ കുറേ കാര്യമുണ്ട്. ഇത്രയും കാലം ഒരു വിലയും ഇല്ലാതെ എനിക്ക് നീ ഓക്സിജനെ തന്നില്ലേ, ഇപ്പം ദൈവം മനസ്സിലാക്കി തന്ന്. ഓക്സിജൻ്റെ ക്ഷാമം, എൻ്റെ കണ്ണ് നീ തന്ന്, കൈ തന്ന് നീ എനിക്ക്, സംസാരിക്കാൻ ശേഷി തന്ന്, ചിന്തിക്കാൻ എനിക്ക് ബുദ്ധിയെ തന്ന്, നിന്നെ അറിയാനുള്ള എല്ലാ അവസരവും നീ എനിക്ക് നൽകി. നന്ദി പറയുക. സങ്കീർത്തനം പറയുക 95:2 നീ നന്ദി പറയുമ്പോൾ ദൈവ സാന്നിധ്യത്തിലേക്ക് എത്തും. അപ്പൊ അത് നമ്മൾ എല്ലാവരും ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്ന കാരണം എന്താണ്? അതുകൂടി അറിഞ്ഞാലേ ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് നമുക്ക് അറിയുള്ളൂ. നമ്മെല്ലാം പ്രാർത്ഥിക്കും, കുർബാനയ്ക്ക് പോകും, എല്ലാം ചെയ്യും, പള്ളിക്കകത്തായിരിക്കും, പക്ഷെ സാന്നിധ്യത്തിൽ ഉണ്ടാകില്ല. സങ്കീർത്തനം 101:7 നിന്നിൽ ചതിയും നുണയും ഉണ്ടെങ്കിൽ നീ ദൈവ സാന്നിധ്യത്തിലിരുന്ന് അകന്നു പോകും. ചതിയാണ്, വഞ്ചനയാണ്, നന്ദികേട്. അത് ഉണ്ടെങ്കിൽ അത് പാവമാണ്. ദൈവം നമുക്ക് തന്ന അനുഗ്രഹത്തെ നമ്മ മറന്ന് അത് ദൈവമഹത്വത്തിന് വേണ്ടി നമ്മ പ്രയോജനപ്പെടുത്തില്ല. അത് ചതിയല്ലേ, വഞ്ചനയല്ലേ, അത് നുണയല്ലേ. ദൈവം നിനക്ക് സമ്പത്ത് തന്നെങ്കിൽ അത് ദൈവ മഹത്വത്തിന് വേണ്ടി നീ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടാ. ദൈവം നിനക്ക് ഒരു ഭവനം തന്നെങ്കിൽ നമ്മളെ തന്നെ പരിശോധിച്ച് നോക്കുക. എൻ്റെ ഭവനത്തെ ഞാൻ ദൈവ മഹത്വത്തിന് വേണ്ടി ഞാൻ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടാ. ഞാൻ കുടുംബ പ്രാർത്ഥന ചൊല്ലുന്നുണ്ടാ.
അത് പ്രാർത്ഥനാ ആലയമായിട്ട് എനിക്ക് മാറ്റിയിട്ടുണ്ടോ? ഞാൻ എപ്പോഴെങ്കിലും മാസത്തിൽ ഒരു പ്രാവശ്യം ഞാൻ ഒരു 4 പേരെ വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നമ്മ ദൈവത്തെ മറന്ന സമയത്തെ ഓർത്ത്, മറന്നുപോയ സമയത്തെ ഓർത്ത് നമുക്ക് അനുദപിച്ച് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ചെറുതും വലുതുമായ കൃപകൾക്ക് ആരാധന. ആശ്രിതർക്കാശ്വാസം നീ, ആത്മാവിനാനന്ദം നീ, ആശ്രിതർക്കാശ്വാസം നീ, മാനവഭോജനം നീ, മാധുരി സാരവും നീ, മാധുരി സാരവും നീ, കാറ്റേ കടലേ ദൈവത്തെ സ്തുതിപ്പിൻ, മഴയേ മേഘമേ വാ, ദൈവത്തെ സ്തുതിപ്പിൻ. ഇപ്പോൾ നമ്മ ദൈവ സാന്നിധ്യത്തിലുള്ളപ്പോൾ ദൈവം നമുക്ക് പഠിപ്പിച്ചു തന്ന്, നീ എൻ്റെ സാന്നിധ്യം വിട്ടു പോകരുത്. നന്ദി പറഞ്ഞാൽ നീ എൻ്റെ സാന്നിധ്യത്തിലുണ്ടാകും. നന്ദിയോടെ ഓർക്കുക, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചതെല്ലാം. പിറുപിറുക്കാതെ, കുറ്റം പറയാതെ, സങ്കടം പറയാതെ, കരയാതെ സന്തോഷത്തിലിരിക്കുക ദൈവത്തിൻ്റെ മുമ്പിൽ. ഇന്ന് കുർബാന കൂടാൻ പറ്റിയില്ലെങ്കിലും സങ്കീർത്തനം 50:23 നന്ദിയാണ് ഞാൻ ആഗ്രഹിക്കുന്ന ബലി. നീ നിന്റെ ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് ദൈവത്തിന് ബലി കൊടുക്കാം. നിനക്ക് കുർബാന കൊടുക്കാം, കുർബാന കൂടാം. നന്ദി പറച്ചിലാണ് കുർബാന. ദിവസവും ദൈവം നിനക്ക് ചെയ്തു പോയ നന്മയ്ക്കെല്ലാം അത് എഴുതി വെച്ച്, ഇപ്പം ഞാൻ ഒരു തീരുമാനം എടുക്കുക ദൈവ സാന്നിധ്യത്തിൽ, ദൈവമേ ഞാൻ നന്ദികേടല്ലേ കാണിച്ചതിനോട് എന്നോട് ക്ഷമിക്കണേ. ഞാൻ ബലഹീനത ഉള്ളവനാണ്. ഞാൻ ഇനി എപ്പോഴും നന്ദിയുള്ളവരായിരിക്കും. നന്ദി പറയുക ദൈവത്തോട്. നന്ദി പറഞ്ഞ് നമ്മ ദൈവ സാന്നിധ്യത്തിൽ എത്തുമ്പോഴത്തേക്കും ദൈവത്തിൻ്റെ പദ്ധതി, നമ്മളെ മുകളിലുള്ള പദ്ധതി ദൈവം നടപ്പിലാക്കും. അപ്പോൾ നമുക്ക് പറ്റുന്ന ഒരു ചെറിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ, പല സമയത്തും ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കുമ്പോൾ നമുക്കത് സംശയം വരും, മനസ്സിലാകില്ല. ഇത് ദൈവഹിതം തന്നെയാണ്, ഇത് ദൈവം ആഗ്രഹിച്ചതാണ്, ദൈവത്തിൻ്റെ തിരുമനസ്സാണ്. അപ്പം ഇതെങ്ങനെയാണ് ദൈവ തിരുമനസ് നമ്മൾ അറിയുക? ഒരേ കാര്യത്തിൽ ദൈവത്തിൻ്റെ മനസ്സറിയണമെന്നുണ്ടെങ്കിൽ നിന്റെ മനസ്സും ദൈവത്തിൻ്റെ മനസ്സും ഒന്നാകണം. ദൈവം നിന്നോട് സംസാരിക്കണം. ദൈവം മനസ്സുകൊണ്ടാണ് സംസാരിക്കുന്നത്. ദൈവം നിന്നോട് സംസാരിക്കും. മകനെ, മകളെ, ഞാൻ നിന്നോട് സംസാരിക്കുക, പക്ഷെ നീ കേൾക്കുന്നില്ല.
ദൈവം നമ്മളോട് സംസാരിക്കുന്നത്, ദൈവത്തിൻ്റെ തിരുമനസ് അറിയാൻ എന്ത് ചെയ്യണം? അത് ഇന്നൊരു തീരുമാനം എടുക്കുക. ജെറമ്യാ 15:19. നീ നല്ലത് മാത്രം സംസാരിക്കുമ്പോൾ, ആവശ്യമില്ലാത്തതൊന്നും സംസാരിക്കാതെ ഇരിക്കുമ്പോൾ, നിന്റെ നാവിൽ കൂടി ഞാൻ സംസാരിക്കും. നമ്മളുടെ നാവിൽ കൂടി ദൈവം സംസാരിക്കണമെങ്കിൽ നമ്മളെ മനസ്സും ദൈവത്തിൻ്റെ മനസ്സും ഒന്നാകും. ഇന്നൊരു തീരുമാനം എടുക്കുക നമ്മൾ ദൈവ സാന്നിധ്യത്തിൽ. ദൈവമേ, ആവശ്യമില്ലാത്തതൊന്നും ഞാൻ സംസാരിക്കില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ നെഗറ്റീവായിട്ടൊന്നും സംസാരിക്കില്ല. നല്ലത് മാത്രമേ ഞാൻ സംസാരിക്കൂ. ഞാൻ നല്ലത് മാത്രം സംസാരിക്കുമ്പോൾ ദൈവം എൻ്റെ നാവിൽ കൂടി സംസാരിക്കും. ദൈവം പറഞ്ഞു തരും, മകനെ, മകളെ, ഇതാണ് എൻ്റെ തിരുമനസ്. നമുക്കൊരു സംശയം വേണ്ട, ഇത് പരിശീലിക്കുക. രണ്ടാമത്, ദൈവത്തിൻ്റെ മനസ്സ് നമ്മളെ മനസ്സ് ഒന്നാകണമെങ്കിൽ ഫിലിപ്പിയർ 2:5 നമ്മൾ ചെയ്യേണ്ടത്. ഫിലിപ്പിയറിന്റെ 2-ാം അധ്യായം 3-4 വായിക്കുക. ഇത് എഴുതി വെച്ചോ. ഇതൊക്കെ നിനക്ക് സ്വാർത്ഥത ഉണ്ടാകരുത്. സ്വാർത്ഥത സ്നേഹത്തിൻ്റെ എതിർവാക്കാണ്. സ്വാർത്ഥത, പല കാര്യത്തിലും നമ്മൾ സ്വാർത്ഥത, നമുക്ക് എല്ലാത്തിലും സ്വാർത്ഥതയാണ്. എനിക്ക് മാത്രം. ഇന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഒരു തീരുമാനം എടുക്കുക, ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ല. മത്തായി 6:8 നീ ചോദിക്കുന്നതിന് മുമ്പേ നിനക്ക് എന്ത് ആവശ്യമാണെന്ന് നിന്റെ പിതാവിന് അറിയാം. ഞാൻ ദൈവത്തിന് ഇഷ്ടമുള്ള എൻ്റെ അയൽക്കാരന് വേണ്ടി, എൻ്റെ ശത്രുവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. അഹങ്കരിക്കില്ല. രണ്ടാമത്, അഹങ്കരിക്കാൻ പാടില്ല. മറ്റുള്ളവർക്ക് വില കൽപ്പിക്കുക. ഈ 3 കാര്യം ചെയ്യുമ്പോൾ നിന്റെ മനസ്സും ദൈവത്തിൻ്റെ മനസ്സും ഒന്നാകും. നമുക്കൊന്ന് ഇത്രയും കാര്യം ദൈവം നമ്മളെ പഠിപ്പിച്ചതിന് ദൈവത്തിന് നന്ദി പറഞ്ഞു ഒന്ന് സ്തുതിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. യേശുവേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ
പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും